ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നയന ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട്, ആദർശേട്ടൻ എന്നെ ഒരുപാട് അങ്ങ് അവഗണിക്കുകയാണ്, അതുപോലെ തന്നെ എനിക്ക് മുഖം തരാതെ നടക്കുന്നതാണ് ഇപ്പോൾ ആദർശേട്ടൻ്റെ ഏറ്റവും വലിയ വിനോദം എന്നൊക്കെ പറയുന്നത്. എനിക്കതൊന്നും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അച്ഛ, അത് കാരണം ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ അച്ഛനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നോർത്താണ് ഞാൻ ഇത്രയും ദിവസം അവിടെ നിന്നത്. ഇനി എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും പറ്റത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. അതിനെന്താ മോളിങ്ങി പോരുന്നത് നല്ല കാര്യമല്ലേ? എന്തായാലും ആദർശിന് ഇങ്ങനെയാണ് മോളോടുള്ള മനോഭാവമെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ താമസിക്കേണ്ട, വല്ല വാടക വീട്ടിലേക്ക് പോയേക്കാം, ഈ വീട് നമുക്ക് വേണ്ട എന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അന്നേരം നയനിക്ക് അങ്ങ് സങ്കടമൊക്കെ ആകുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം കനക പറയും, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, എന്തായാലും നവിയെ ഒന്ന് ആഫീസ് സ്നേഹിച്ച് വന്നപ്പോഴത്തേനും നിങ്ങളിങ്ങനെ പിരിയുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല മോളെ. അതുകൊണ്ട് മോളൊന്ന് ഫ്രഷാകും, ഞാൻ അന്നേരത്തേനെ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് കനക ഇറങ്ങിപ്പോകുന്നത്. നയനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റാതെ നിന്ന് കരയുകയാണ് നയന പോയതിൻ്റെ സങ്കടം ദേവയാനിക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് ദേവയാനി ഒരു സൈഡിൽ മാറിയിരുന്നൊക്കെ കരയുകയാണ്. ആ സമയത്ത് ജയൻ അങ്ങോട്ട് വന്ന് ചോദിക്കും, ദേവയാനി എന്താ കരയുകയാണെന്ന്. ഞാനൊന്നും കരഞ്ഞില്ല എന്ന് പറയും. പിന്നെ നീ കണ്ണ് തുടയ്ക്കുന്ന ഞാൻ കണ്ടല്ലോ എന്ന് പറയും. അത് ഞാൻ അച്ഛൻ്റെ കാര്യം ഓർത്താന്ന് പറയും. അച്ഛൻ എന്താ ഇത്ര കുഴപ്പം, നിനക്ക് കരയാൻ മാത്രം എന്നൊക്കെ ജയൻ ചോദിക്കും. അച്ഛന് വയ്യാതിരിക്കുകയല്ലേ, ഇത്രയും വലിയൊരു അസുഖമൊക്കെ വന്നതിൻ്റെ കാര്യം ഓർത്താണ് എനിക്ക് സങ്കടം വന്നത്. ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ അമ്മയെക്കാട്ടിലും ഇവിടുത്തെ അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നൊക്കെ പറയും. എന്തായാലും ഇപ്പം കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ എന്തായാലും ഇങ്ങോട്ട് വാ, ഇപ്പം ആദർശ് നിന്നെ അന്വേഷിക്കുന്നു, അവിടെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, അവൻ എന്തോ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, അത് അറിയിക്കാനാന്ന് പറയും. എന്താ അവന് പറ്റിയതെന്ന് ജയേട്ടൻ അറിയാമോ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും അവനൊരു തീരുമാനം പറയുമല്ലോ, അത് നമുക്ക് കേൾക്കാം, അങ്ങോട്ട് വരാൻ പറഞ്ഞ് ജയൻ ദേവയാനിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് എല്ലാവരും ഉണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും അജയനും ഒക്കെ ഇരിപ്പുണ്ട്. അങ്ങോട്ട് സങ്കടത്തോടു കൂടിയാണ് ദേവയാനി കയറി ചെല്ലുന്നത്. അപ്പം മുത്തശ്ശൻ പറയും, ഇവൻ എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞ് അത് കേൾക്കാനായിട്ട് ഇരിക്കുമെന്ന് പറയും. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേന് ആദർശ് പറയും, നയന അഹങ്കാരം കാണിച്ച് ഇറങ്ങിപ്പോയതാണ്, ഇനിയിപ്പോൾ അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നതിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റത്തില്ല, അത് കാരണം ഒരു പിരിയുന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനി ശരിക്കും അങ്ങ് ഞെട്ടുന്നുണ്ട്. ദേവയാനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല നയന ആദർശൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നത്. അത് കേട്ടോണ്ടാണ് അങ്ങോട്ട് ജലജയും അനാമികയും വരുന്നത്. അവർക്കാണ് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആ വാർത്ത. അന്നേരം ആദർശ് പറയും, എന്തായാലും ഇനി അവളെ ആരും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരരുത്, എനിക്ക് ഇഷ്ടമല്ല അവളെ ഇനി വരുന്നത്, ഇനി എൻ്റെ പേരും പറഞ്ഞാലും അതിനെ വിളിക്കാനും വേണ്ട എന്നൊക്കെ പറയും. ഉടനെ ദേവയാനി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മ എന്താ ഇതിനൊന്നും മറുപടി പറയാത്തെന്ന്. ഞങ്ങൾ എന്ത് പറയാനാണ്, ഇവരൊക്കെ പക്വതയും പാകതയുള്ള കുട്ടികളല്ലേ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇവർ പിരിയുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഞാനിപ്പം ഒരു ഡൈവേഴ്സിനെ കുറിച്ച് പറഞ്ഞാലും അവൾ എന്തായാലും അതിന് സമ്മതിക്കും, അതല്ല ഒരു വക്കീലിനെ വെച്ച് വാദിക്കാനാണ് എങ്കിലും എനിക്ക് നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് കേസ് ജയിക്കാൻ പറ്റുമോ, അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് കാരണം ഞാൻ അവളെ പൂർണ്ണമായിട്ടും പിരിയാൻ തീരുമാനിച്ചു എന്ന് പറയും. അപ്പോൾ ദേവയാനി അങ്ങ് ചങ്ക് തകർന്ന് നിൽക്കുകയാണ്. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, ജേട്ടനും അജയനും ഒന്നും സമ്മതമല്ലേന്ന്. അതെ, ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നുമില്ല, അവർക്ക് വേണ്ട എങ്കിൽ അവർ പോകട്ടെ, ഇനിയിപ്പം അതിലൊന്നും നമുക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഏട്ടത്തിക്ക് എന്തായാലും നയന ഈ വീട്ടിൽ നിന്ന് പോകുന്നത് ഇഷ്ടമുള്ള കാര്യമല്ലേ എന്നൊക്കെ അജയൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവയാനി പറയും, എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയും. എന്തായാലും നിങ്ങൾക്ക് ആർക്കും ഇഷ്ടം ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെയാണ് ദേവയാനി പറയുന്നത്. അന്നേരം എല്ലാവരും പറയും, എന്തായാലും ദേവയാനിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, നയന ഇനി ഇവിടെ നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പോകുന്നതാണ് നല്ലതെന്നൊക്കെ പറയും. അന്നേരത്തേന് ദേവയാനി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഇനി എല്ലാവരുടെയും ഇഷ്ടം എന്താണോ അതങ്ങ് നടക്കട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ, പിന്നീട് എന്നോട് ഇതും പറഞ്ഞൊന്നും ആരും വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അങ്ങ് സങ്കടപ്പെട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, എന്നാലും ആദർശ നീ എന്തിനാണ് നയനെ ഒഴിവാക്കുന്നുള്ള കാര്യം നിനക്കൊന്ന് പറഞ്ഞുകൂടെയെന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, നിനക്കത് അറിഞ്ഞിട്ട് എന്നാ കാര്യം, നിനക്കെന്തായാലും സന്തോഷമായില്ലെന്ന് ചോദിക്കും. എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇവർ തമ്മിൽ ഒന്നിക്കുകയോ താമസിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലെന്ന് പറയും. ആരാണേലും അതൊന്നും അപ്പച്ചി ഇനിയിപ്പം തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു, അത് അംഗീകരിക്കാവുന്നവർ അംഗീകരിച്ചാൽ മതി, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി നയന എന്നൊരു കുട്ടിയെ ഇല്ല, അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആദർശം കീർത്തു. ജലജയും അനാമികയും അതുപോലെ തന്നെ അത് ചെന്ന് ജാനകിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാനകിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്, അവരെല്ലാവരുടെ കൈയടിച്ചാണ് അത് പാസ്സാക്കുന്നത് സന്തോഷം കൊണ്ട്. എന്തായാലും അവൾ അതുപോലെ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, വല്ല കാമുകന്മാരുടെയും കൂടെ പോയത് എങ്ങാനും അറിഞ്ഞിട്ടായിരിക്കും, അവൾ എന്നാൽ ഇനിയും തിരിച്ചു വരത്തില്ല എന്നൊക്കെ പറയും. എന്നാലും അച്ഛനും അമ്മയും
എല്ലാവരും അവൾക്കെതിരെയാകുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ച് കാണുകയില്ല. അതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ അവൾ പടിയിറങ്ങി പോയത്. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി നവ്യയും കൂടി ഇങ്ങോട്ട് വരുത്താതിരിക്കണം. പിന്നെ നമുക്കിവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും കഴിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് ജാനകി പറയുന്നുണ്ട്, ഇവളെ ഒഴിവാക്കിയതുപോലെ നവ്യയെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, കാരണം അവൾക്കൊരു കൊച്ചൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇനിയിപ്പം നയനെ അവിടെ പോയി നിൽക്കുന്നത് വില പേശാനാണോ എന്ന്. അതെന്താ മോൾ അങ്ങനെ ചോദിച്ചെന്ന് പറയും. അതല്ല, അവൾ കമ്പനിയിലെ മെയിൻ ചീഫ് ഡിസൈനർ അല്ലേ, അത് കാരണം അവൾ അവിടെ പോയി നിൽക്കുമ്പോഴത്തേന് അവളെ വേറെ ആരെങ്കിലും വലിയ ഓഫർ കൊടുത്തൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അവൾ വലിയ ഡിമാൻഡൊക്കെ വെക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവിടെ പോയി നിൽക്കുന്നതൊക്കെ പറയും. അതിനൊന്നും ആയിരിക്കില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും അവളെ പിന്താങ്ങുന്നില്ല. അത് കാരണം അവൾ പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നുള്ള പരുവത്തിൽ പോയതാ. ഇനിയിപ്പോൾ നമുക്ക് സന്തോഷമായെന്ന് പറയും. അന്നേരം ജാനകി പറയുന്നുണ്ട്, മോൾ ഈ വിശേഷമെല്ലാം അച്ഛനോടും അമ്മയോടും ഒന്ന് വിളിച്ച് പറഞ്ഞുതരാം, അവർക്കും ഒന്ന് സന്തോഷമായിക്കോട്ടെ എന്ന്. എന്തായാലും ഞാനിതെല്ലാം അവരെ വിളിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുകയാണ് അനാമിക. അനാമിക പറഞ്ഞ വിശേഷമൊക്കെ കേൾക്കുമ്പോഴത്തേന് രേവതിക്കും വേണുവിനും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളുടെ മോളിനി അവിടെ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ പിന്നെ കിട്ടാനുള്ളതൊക്കെ കിട്ടാൻ വഴിയില്ല എന്നൊക്കെ പറയും. അന്നേരത്തേയും രേവതി പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെയും അവൾക്ക് ആ അനിയെ സ്നേഹിച്ച് അവിടെ നിന്നുകൂടിയെന്ന്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവൾക്കാണെങ്കിൽ വേറൊരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടല്ലോ, അവൻ്റെ കൂടെ ജീവിക്കാനായിരിക്കും അവൾക്ക് ഇഷ്ടം. പിന്നെ ഇവിടെ ചുമ്മാ നിൽക്കുന്നേ ഉള്ളൂ, നമുക്കെന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. ഇപ്പം വിഷുവിനാണെങ്കിൽ പോലും ഒരു 4-5 പവൻ്റെ ഒരു മാലയൊക്കെ അല്ലേ ദേവയാനി കൊടുത്തേ, അതുപോലെ എന്തെങ്കിലും 5-6 കിട്ടിക്കഴിയുമ്പോൾ അവളിങ്ങി പോരും, അല്ലാതെ അവരെ സ്നേഹിച്ച് അവിടെ നിൽക്കണമെന്നൊന്നും നമ്മുടെ മോൾക്ക് ആഗ്രഹമില്ല എന്ന് പറയും. എന്നാലും നയനെയും ആദർശമായിട്ട് പിണങ്ങാൻ എന്തായിരിക്കും കാരണം എന്നൊക്കെയാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അതെന്തായാലും നമ്മളുടെ മോൾക്ക് നന്നായില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവർ ആശ്വസിക്കുകയാണ്. അഭി പുറത്തോട്ട് അങ്ങനെ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എടാ, അവൾ പിരിയാനായിട്ട് അവൻ തീരുമാനിച്ചെന്ന് പറയും. ആരുടെ കാര്യം അമ്മ ഈ പറയുന്നത്? എടാ, നയനെ ഡൈവോഴ്സ് ചെയ്യാൻ ആദർശ് തീരുമാനിച്ചെന്ന് പറയും. അങ്ങനെയൊന്നും നടക്കുകയില്ല അമ്മ, എന്താ ഈ പറയുന്നത്? എന്തായാലും ആദർശേട്ടനൊന്നും അവളെ ഡൈവോഴ്സ് ചെയ്തൊന്നുമില്ല, കാരണം ആദർശേട്ടൻ അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന അവസ്ഥയല്ലേ എന്നൊക്കെ ചോദിക്കും. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടാ, അവിടെ എന്തോ പ്രശ്നമുണ്ട്. നീ ഇപ്പം നിൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോകുന്ന കാരണം നിൻ്റെ സ്വഭാവമൊക്കെ മാറ്റമുള്ളതുകൊണ്ടാണ് നീ അതൊന്നും ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ നീ ഇതിപ്പോൾ എൻ്റെ പുറകെ പോകത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എനിക്കിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല അമ്മേ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ആദർശേട്ടനും നായനെയും അങ്ങനെ പിണങ്ങി പിരിയാനൊന്നും പോകുന്നില്ല. ഇതിന് പിന്നെ വേറെ എന്തെങ്കിലും ഉദ്ദേശമൊക്കെ ആയിരിക്കുമെന്നൊക്കെയാണ് അഭി പറയുന്നത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയും. എൻ്റെ സ്വഭാവം ഇപ്പോൾ ഇങ്ങനെ ഒക്കെ മാറിപ്പോയി. എനിക്കിതിനെക്കാട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ എൻ്റെ തലയിൽ വന്ന് കയറിയിരിക്കുക. അതിനിടെ ഞാൻ എങ്ങനെയാണ് ഇവരുടെ കാര്യം ശ്രദ്ധിക്കുന്നത്? അതുകൊണ്ട് അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യം തോന്നും വലിയ കാല് കൊടുക്കാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അഭിയുടെ ഫോണിലേക്ക് അനഘ വിളിക്കുകയാണ്. അഭി ഉടനെ ഫോണുമായിട്ട് മാറി നിന്ന് അനഘ വിളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അനഘ പറയും, എന്തായാലും നിനക്ക് തന്നിരിക്കുന്ന സമയം നാളെ കൊണ്ട് തീരുകയാണ്, അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത് നിൻ്റെ ഫോണിലോട്ടായിരിക്കുകയില്ല, നിൻ്റെ മുത്തശ്ശൻ്റെ ഫോണിലോട്ടൊക്കെ ആയിരിക്കും. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും അഭി ആകെ ടെൻഷനാകുകയാണ്. ആ സമയത്ത് ജലജ വന്ന് തോളെ പിടിക്കുന്നുണ്ട്. ഞെട്ടിയാണ് അഭി തിരിഞ്ഞു നോക്കുന്നത്. എന്താടാ ഞാനാന്ന് പറയും. അമ്മ എന്നെ മനുഷ്യനെ പേടിപ്പിക്കുകയാണെന്നൊക്കെ ചോദിക്കും. എന്താ നിനക്ക് ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കും. എനിക്ക് പല ടെൻഷനും ഉണ്ട്, അതൊക്കെ ഒന്നും പറഞ്ഞാലൊന്നും അമ്മയെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അമ്മയുടെ പാട് നോക്കി പോകാൻ പറഞ്ഞ് ഉടനെ തന്നെ അഭിയെ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നയനെ അങ്ങ് നവിയൊക്കെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്നതാണ്. അന്നേരം നയനയോട് നവ്യ പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം പിറകിൽ എന്തോ കള്ളക്കളിയുണ്ട് നയനെ, എൻ്റെ അമ്മായിയമ്മയും വീട്ടുകാരും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും നിന്നെ ആദർശേട്ടൻ ഇങ്ങനെ വെറുതെ സംശയിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, ഇതിനിടെ എന്തോ കളി നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ കനക അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, ശരിയാ മോളെ, എന്തേലും പ്രശ്നം ഉണ്ടായിരിക്കും, അവരെന്തേലും പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കും ഇനി ആദർശ് ഇങ്ങനെ സംസാരിക്കുന്നത്. വിഷുവിനൊക്കെ മോളിങ്ങി പോകുന്നില്ലേ, ആ സമയത്ത് അവരെന്തെങ്കിലും ഊതി കൊടുത്തതിൻ്റെ ആയിരിക്കും എന്ന് പറയും. ഉടനെ നയന പറയുന്നുണ്ട്, ആരിലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താലൊന്നും അങ്ങനെ ചെവിക്കൊള്ളുന്ന ആളല്ല ആദർശേട്ടൻ, പക്ഷേ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, അതെന്താണെന്ന് മാത്രം അറിയത്തില്ലെന്നൊക്കെ പറയും. ആ സമയത്ത് അഭി അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം അഭിയോട് നവ്യ പറയുന്നുണ്ട്, എടാ നിനക്കറിയോ നിൻ്റെ അമ്മ വല്ലതും ആണോ ഈ പ്രശ്നത്തിലെല്ലാം പുറകിലെന്ന്? എനിക്കറിയത്തില്ല, അവിടെ എന്താ നടക്കുന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനൊന്നും മാറി വരുമായിരുന്നു നിന്നെ സ്നേഹിച്ചൊക്കെ. ആ സമയത്ത് ഇവർ തമ്മിൽ പിരിയുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, എന്താണ് സംഭവം എന്നറിയാവോ എന്നൊക്കെ നയനയോട് ചോദിക്കുന്നുണ്ട് അഭി. എന്നെ പറയും, എനിക്കറിയത്തില്ല എന്താ പ്രശ്നമെന്ന്, എനിക്കിതുവരെ അറിയത്തില്ലെന്ന് പറയും. ഉടനെ നവ്യ ചോദിക്കുന്നുണ്ട്, എടാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നീ വെറുതെ അഭിനയിക്കുകയാണോ എൻ്റെ മുമ്പിൽ വന്ന് നിന്നെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് അഭി അങ്ങ് വല്ലാതാവുന്നുണ്ട്. ഇങ്ങനെ നവ്യെ നോക്കി നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.